മക്കളെ, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജർമ്മൻ യൂണിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജർമ്മൻ യൂണിഫിക്കേഷൻ ആണ്. ജർമ്മൻ യൂണിഫിക്കേഷനിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു പേരാണ് ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് എന്ന് പറയുന്നത്. ജർമ്മൻ യൂണിഫിക്കേഷൻ ആരംഭിക്കുന്നത് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റിന്റെ തുടക്കത്തോടു കൂടിയിട്ടാണ്. ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ ലിബറൽ നാഷണലിസ്റ്റുകൾ തുടങ്ങിയ ഒരു പാർലമെന്റ് ആയിരുന്നു. അത് നമ്മൾ ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ പഠിച്ചതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് ഈ പറയുന്ന ലിബറൽ നാഷണലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ ബിസിനസ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, വലിയ വലിയ ആർട്ടിസൻസ് ഉണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്. ഇവര് ചേർന്നിട്ടാണ് ഈ ഒരു ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റിന് തുടക്കം കുറിക്കുന്നത്. അവര് പിന്നെ ഒരു 863 മെമ്പേഴ്സോളം ഉൾപ്പെടുന്ന ഒരു വലിയ ഗ്രൂപ്പായിട്ട് ജർമ്മനിയിലെ സെന്റ് പോൾ ചർച്ചിലോട്ട് മാർച്ച് ചെയ്യുകയും അവിടെ അവര് ചെന്നിട്ട് പറയും എന്താണ്, നമ്മൾക്ക് അധികാരം വേണം എന്ന് പറയും. അധികാരം വേണം എന്ന് പറയുമ്പോഴത്തേക്കും മോണാർക്കൊക്കെ പറയും ശരി, ഇത്രയും പേര് ഒരുമിച്ച് വന്നതല്ലേ, എന്നാ പിന്നെ നിങ്ങൾ ഭരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അധികാര കൈമാറ്റം നടത്തും. അധികാര കൈമാറ്റം നടത്തി കഴിയുമ്പോഴത്തേക്കും ഇവര് അന്നത്തെ പെർഷ്യൻ കിങ്ങിന്റെ അടുക്ക്, പ്രഷ്യ ആയിരുന്നു അന്ന് ജർമ്മനിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കിങ്ഡം എന്ന് പറയുന്നത്. പ്രഷ്യൻ കിങ്ങിന്റെ അടുക്കൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിക്കാമോ എന്ന് ചോദിക്കും. അതായത് പിന്നെ ഞങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ പാർലമെന്റ് രീതി അനുസരിച്ചിട്ട് നിങ്ങൾ ഭരിക്കാമോ, ഞങ്ങൾ നിങ്ങൾക്ക് ക്രൗൺ ഓഫർ ചെയ്യാന്ന് പറയും. അപ്പൊ പ്രഷ്യൻ കിങ് പറയും പിന്നെ ഞാൻ ഓൾറെഡി രാജാവാണ്, പിന്നെ എന്തിനാണ് പിന്നെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഭരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റിൽ പെട്ട ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും മൊണാർക്കിന്റെയും അരിസ്റ്റോക്രാറ്റിന്റെയും ഒക്കെ ഒരു പിന്തുണ അങ്ങ് നഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെ ഇവിടെ എന്തായാലും കുഴപ്പമില്ല, ഭരണം തുടരാന്ന് പറഞ്ഞ് ഭരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവരുമായിട്ട് വർക്കേഴ്സിന് അടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് വർക്കേഴ്സിനെ ഒരു തരത്തിലും അടുപ്പിക്കത്തില്ല, ഇവർക്ക് ഒരു താല്പര്യമില്ല വർക്കേഴ്സിനോട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വർക്കേഴ്സിന്റെ സപ്പോർട്ട് ഇവർക്ക് ഗ്രാജുവലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇവർക്ക് സപ്പോർട്ട് കിട്ടാതായതോട് കൂടിയിട്ട് കാലക്രമേണ ഈ ഒരു ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റിന്റെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ഒരു വലിയൊരു വാക്കം വന്നു. എന്താണ് ഈ ജർമ്മനിയുടെ ഫ്യൂച്ചർ, ജർമ്മനിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ആര് ഭരിക്കും എന്നൊക്കെയുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അപ്പൊ ആ ഒരു സ്പേസിലേക്കാണ് പിന്നെ ഓട്ടോ ആൻഡ് ബിസ്മാർക്ക്, അതായത് പ്രഷ്യന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് വരുന്നത്. ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് വരുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷ്യക്ക് ഗുണമുണ്ടാകണമെങ്കിലും ഈ പറയുന്ന ജർമ്മനി അല്ലെങ്കിൽ ജർമ്മൻ യൂണിഫിക്കേഷൻ കംപ്ലീറ്റ് ആവണം. അപ്പം അദ്ദേഹം വന്നിട്ട് ഒരു 3 യുദ്ധങ്ങൾ നടത്തി. 3 യുദ്ധങ്ങൾ 7 വർഷമായിട്ടാണ് നടത്തിയത്. ഡെൻമാർക്ക്, ഓസ്ട്രിയ, ഫ്രാൻസ് ഇത്രയും സ്ഥലങ്ങളുമായിട്ടാണ് അദ്ദേഹം യുദ്ധം നടത്തി അവസാനം പ്രഷ്യക്ക് തന്നെ വിജയം ഉണ്ടായി. അവസാനം ഇവര് എന്ത് ചെയ്തു, പ്രഷ്യയുടെ അന്നത്തെ കിങ്ങിനെ ജർമ്മനിയുടെ എംപറർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അങ്ങനെയാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അന്ന് ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് വരുത്തിയ മോഡേണൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മോഡേണൈസേഷൻ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ജർമ്മനിയുടെ, അതായത് ഇന്ന് കാണുന്ന ജർമ്മനിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന ജർമ്മനിക്ക് ഒരു അടിത്തറ പാകിയത് അന്ന് ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് ബാങ്ക് ഒക്കെ മോഡേണൈസ് ചെയ്തു, കറൻസി സിസ്റ്റത്തിൽ മാറ്റം വരുത്തി, ട്രേഡിൽ മാറ്റം വരുത്തി, അങ്ങനെ കുറെ കാര്യങ്ങൾ മാറ്റം വരുത്തി. ആ മാറ്റങ്ങളാണ് പിന്നീടുള്ള ജർമ്മനിയുടെ ഒരു പുരോഗമനത്തിനും കാരണമായത്. ഇതാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എക്സ്ട്രാ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓട്ടോ ആൻഡ് ബിസ്മാർക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് ഒന്നും മെൻഷൻ ചെയ്യണമെന്നില്ല, പക്ഷെ പ്രഷ്യയുടെ ഒരു പ്രസക്തി എന്താന്ന് പറയണം, ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് ആരാന്ന് പറയണം, ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് നടത്തിയ യുദ്ധങ്ങൾ എന്തൊക്കെയാന്ന് പറയണം, അവസാനം ജർമ്മനിയുടെ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും പറയണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓട്ടോ ആൻഡ് ബിസ്മാർക്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ജർമ്മൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓട്ടോ ആൻഡ് ബിസ്മാർക്കിന്റെ കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് ആയിട്ട് വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വൈ ഓട്ടോ ആൻഡ് ബിസ്മാർക്ക് ഈസ് കൺസിഡേർഡ് ആസ് ദ ആർക്കിടെക്ട് ഓഫ്
ജർമ്മൻ യൂണിഫിക്കേഷൻ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അവസാനം പറഞ്ഞു തന്നില്ലേ എന്തുകൊണ്ടാണ് ഓട്ടോൻ ബിസ്മാർക്കിനെ ജർമ്മൻ യൂണിഫിക്കേഷന്റെ ആർക്കിടെക്ട് എന്ന് വിളിക്കുന്നതെന്ന്. ഈ അദ്ദേഹം നൽകിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളായിട്ടുള്ള മോഡേണൈസേഷൻ ഒക്കെയാണ് ഇന്നത്തെ ജർമ്മനിയുടെ ഒരു അടിത്തറ പാകിയത്. അതുകൊണ്ടാണ് ഓട്ടോൻ ബിസ്മാർക്കിനെ നമ്മൾ ആർക്കിടെക്ട് ഓഫ് ജർമ്മൻ യൂണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളും അറിയിക്കാം. ഞങ്ങൾ സോഷ്യൽ സ്റ്റഡീസിന് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ.